ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും ദൈവദിനമായി അല്പസമയം വേറിട്ടിരിക്കുവാൻ, പഠിക്കുവാൻ, പ്രാപിക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. ഏറ്റവും പ്രാധാന്യം സമയത്തിനാണ്. ഈ പ്രഭാത സമയം കർത്താവിനെ കേൾക്കുവാനും പഠിക്കുവാനും നമ്മുടെ ജീവിതത്തെ ദൈവസ്ഥലിൽ സമർപ്പിക്കുവാനും ഉള്ള നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തിരുസന്നിധി എന്നുള്ള ഈ ശുശ്രൂഷ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വളരെ പ്രയോജനകരമായി തീരുന്നു, അനുഗ്രഹപ്രദമായി തീരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിൽ വന്ദനം ചെലുത്തുന്നു. ഏറെ ദിവസങ്ങളായി ദൈവകൃപയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. അതിൽ ഇപ്പോൾ പ്രധാനമായി നാം ചിന്തിക്കുന്ന ചിന്തകൾ: ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരവും വന്നു. ന്യായപ്രമാണ ദാതാവ് മോശയാണെങ്കിൽ കൃപയുടെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. ന്യായപ്രമാണത്തിന്റെ പ്രാബല്യം സീനായി മുതൽ കാൽവറി വരെയായിരുന്നു. കൃപ കാൽവറി മുതൽ യേശുവിന്റെ മധ്യാകാശ വരവ്, ഉൽപ്രാമണം, റാപ്ചർ അതുവരെയുള്ള കൃപായുഗത്തിലേക്കും നൽകിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം സീനായിക്ക് മുമ്പ് ന്യായപ്രമാണം ഇല്ലായിരുന്നുവെന്നോ കാൽവറിക്ക് മുമ്പ് കൃപ പ്രദർശിപ്പിക്കപ്പെട്ടില്ലെന്നോ അല്ല. വൃക്ഷഫലം തിന്നരുത് എന്നത് ഒരു നിയമം, പ്രമാണം തന്നെ ആയിരുന്നുവല്ലോ. ഭാവികളായി തീർന്ന ആദം ഹവ്വമാരെ തേടി ദൈവം ഏദനിലെത്തി അവരെ ഉടുപ്പിച്ച് തോട്ടത്തിന് പുറത്താക്കിയതും കൃപയല്ലാതെ മറ്റൊന്നല്ല. ഗലാത്യ സഭയിൽ ചില ദുരുപദേഷ്ടാക്കൾ നുഴഞ്ഞു കയറി ആത്മരക്ഷയ്ക്കും പാപമോചനത്തിനും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും കൃപയും രണ്ടും വേണമെന്ന് പഠിപ്പിച്ചു. ഈ പഠനത്തിന്റെ അപകടം മനസ്സിലാക്കുവാനാണ് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിലെ വിഷയം ന്യായപ്രമാണം എന്ന നുകത്തിന് കീഴിൽ നിന്നുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും കൃപയുടെ മഹത്വവും കൃപ നൽകുന്ന അനുഗ്രഹങ്ങളുമാണ്. ഇവ രണ്ടും കൂടെ പ്രിയമുള്ളവരെ ഒന്നിച്ചു പോകുകയില്ല. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി രണ്ട് സ്ത്രീകളെ, രണ്ട് നിയമങ്ങളെ പൗലോസ് അവിടെ ചിത്രീകരിക്കുന്നു. അതാരൊക്കെയാണ്? ഒന്ന് സാറ, രണ്ട് ഹാഗാർ. സീനായ് മലയിൽ നിന്ന് ഉത്ഭവിച്ച് അടിമകളെ പ്രസവിക്കുന്ന ഹാഗാറിനെയും മകനെയും പുറത്താക്കി കളയുവാനാണ് പൗലോസ് ഗലാത്യരോട് ആഹ്വാനം ചെയ്ത്. കൃപയ്ക്കാണ് ദൈവമക്കൾ കീഴ്പ്പെട്ടിരിക്കുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് നാം എന്നേക്കും മോചിതരാണ്. ഈ ഭാഗത്ത് നാം പഠിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം സവിസ്തരമായി പഠിക്കുമ്പോൾ, രണ്ട് നിയമങ്ങൾ, രണ്ട് പ്രമാണങ്ങൾ, ആത്മീയ അനുഭവങ്ങള്, ഭൗതിക തലങ്ങള്, രണ്ട് സ്ത്രീകള്, രണ്ട് കുട്ടികള്, ഇതെല്ലാം കാണുന്നു. അവിടെ ദാസിയുടെയും മകന്റെയും സ്ഥാനം പുറത്താണ്. അവർ ഒരിക്കലും പുത്രത്വത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ അവകാശങ്ങളാകുന്നില്ല. അതുപോലെയാണ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വീണ്ടും 3-ാം അധ്യായത്തിൽ പറയുന്നത്: ഏത് ഭവനം ചമപ്പാൻ ഒരുവൻ വേണം, എന്നാൽ സകലം ചമച്ചത് കർത്താവാണ്. അവൻ മുഖാന്തരം സകലം ഉളവായതൊന്നും കർത്താവിനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെയാണെങ്കിൽ മോശ ആ ഭവനത്തിന്റെ ദാസനായിരുന്നു. ആ ഭവനം നിർമ്മിക്കുവാനുള്ള കോൺട്രാക്ട്, എഗ്രിമെന്റ്, ആ ഉടമ്പടിയിൽ മോശ ശുശ്രൂഷിച്ചു. ഒരിക്കലും നമുക്ക് വേണ്ടി വീട് പണിയുന്നവർ ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ആ കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നത്. അവർ സ്ഥാനം പുറത്താണ്. നിശ്ചിത കാലയളവ് വരെ മാത്രമേ ആ കരാർ നിലനിൽക്കൂ. പുത്രനാണ് എന്നേക്കുമായി വീട്ടിൽ വസിക്കുന്നത്. അതാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പുത്രത്വത്തിന്റെ അനുഗ്രഹം, സ്വാതന്ത്ര്യം, അവകാശങ്ങൾ പ്രിയമുള്ളവരെ നാം അത് എൻജോയ് ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, കണ്ടിരിക്കുന്നു. വീണ്ടും നാം പഠിക്കുമ്പോൾ ന്യായപ്രമാണം പ്രവൃത്തികൾ ആവശ്യപ്പെടുന്നു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നാണ് ഇതിന്റെ പ്രമാണം. അങ്ങനെ ചെയ്യുവാനുള്ള പ്രവൃത്തികളുടെ വലിയൊരു പട്ടികയാണ് ന്യായപ്രമാണം നൽകുന്നത്. കൃപ ചെയ്തു തീർത്ത പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മളോട് പ്രസ്താവിക്കുന്നത്. അവിടെ മനുഷ്യനല്ല, മനുഷ്യന് പകരം ദൈവമെല്ലാം ചെയ്തു തികയ്ക്കുകയാണ്. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ നാം കേട്ട ശബ്ദം സകലവും നിവൃത്തിയായി എന്നതാണ് കൃപയുടെ പ്രഖ്യാപനം. കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഇറ്റ് ഈസ് റിട്ടൺ, ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എവിടെ വെച്ച്? കർത്താവിന്റെ മരുഭൂമിയിലെ പരീക്ഷയുടെ ദിവസങ്ങളിൽ പിശാച് നേരിട്ട് വന്ന് അഭിമുഖമായി കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല. മറ്റൊരു പോംവഴികളോ കുറുക്കുവഴികളോ കണ്ടെത്തിയില്ല. ഓടി ഒളിക്കാൻ ശ്രമിച്ചില്ല. മാനുഷികമായിട്ട് യാതൊരു കാര്യങ്ങളും കർത്താവ് പ്രസ്താവിച്ചില്ല. ലൗകിക കാര്യങ്ങൾ സംസാരിച്ചില്ല. പിശാചിനോട് വാദപ്രതിവാദം നടത്തിയില്ല. അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് യാതൊരു വിവരണങ്ങളും യേശു ചെയ്തില്ല. ഇതൊന്നും ഒരിക്കലും കർത്താവിന്റെ പദ്ധതികളല്ല. ഇന്ന് കർത്താവിന് പ്രാധാന്യമില്ലാത്തതിന് പുറകിലാണ് നാം സഞ്ചരിക്കുന്നത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു: നീ ഇപ്പോൾ പറഞ്ഞത് മാനുഷികമാണെന്ന് പറഞ്ഞു. എപ്പോൾ പറഞ്ഞത്? ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് ശിവൻ പത്രോസ് പറഞ്ഞു: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അത് പറയാനുള്ള വെളിപ്പാടുണ്ട്. യേശു ഇരിമിയാവല്ല, യെശയ്യാവല്ല, മോശയല്ല, ഏലിയാവല്ല, പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുത്തിനെ പോലെ അല്ല എന്ന് പത്രോസിനറിയാം. ആ ദേശക്കാരും നാട്ടുകാരും പാലസ്തീനുള്ള മറ്റുള്ളവരെല്ലാം കർത്താവിനെ കുറിച്ച് പറഞ്ഞത് പഴയ നിയമ ചരിത്രത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചുപോയ ഒരാൾ വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളൊരു തെറ്റായിട്ടുള്ള പ്രതികരണമാണ് യേശുവിനെ കുറിച്ച് ലോകക്കാർക്കുള്ളത്, അല്ലെങ്കിൽ നാട്ടുകാർക്കുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചത് മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നുവെന്ന്. പക്ഷെ അവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് കർത്താവ് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അത് ശരിയാകാൻ തെറ്റുമാകും. പക്ഷെ കർത്താവ് ചോദിച്ചാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നാട്ടുകാരുടെ കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും വലിയ മിടുക്കായിരുന്നു. 12 ശിഷ്യന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ ശീമോൻ പത്രോസാണ് വളരെ കൃത്യമായിട്ടുള്ളൊരു വെളിപ്പാട് കൈമാറിയത്. അത് വെളിപ്പെടുത്തിയത്
ജഡരക്തങ്ങളല്ല. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി. പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്നു. നിനക്കത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ്. പിതാവ് എപ്പോഴും പുത്രനെ വെളിപ്പെടുത്തുന്നു. പക്ഷെ അതേ അധ്യായത്തിൽ തന്നെ യേശു ദൈവപുത്രനാണെന്ന് പത്രോസിനറിയാം. പക്ഷേ മത്തായി സുവിശേഷം 16-ാം അധ്യായം വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ യേശു തന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും ക്രൂശിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാനോ അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാനോ ഈ ശിഷ്യ സമൂഹത്തിനോ പത്രോസിനോ കഴിഞ്ഞില്ല. ഉടനെ ശീമോൻ പത്രോസ് പറഞ്ഞത്, നിനക്കൊരിക്കലും അങ്ങനെ ഭവിക്കരുത്. കർത്താവ് ആ ആലോചനയെ തിരസ്കരിച്ചു. ഇത് മാനുഷികമാണ്, ദൈവികമല്ല. കർത്താവിന് ഏതാണ് മാനുഷികം ഏതാണ് ദൈവികം എന്ന് കൃത്യമായിട്ട് കർത്താവിന് അറിയാമായിരുന്നു. അതുപോലെയാണ് എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരോട് അവർ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാൻ കഴിയാതെ, യേശു പുനരുത്ഥാനം ചെയ്തത് വിശ്വസിക്കാൻ കഴിയാതെ തർക്കിച്ചു വാദിച്ചു പോവുകയാണ്. അവർ ഇപ്പോൾ പറയുന്നത് ഇത് കെട്ടുകഥയാണ്, ഇതൊരിക്കലും നടക്കാൻ കഴിയുന്ന വസ്തുതകളല്ല. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരോട് യേശു അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലമോ തത്വചിന്തകളോ മാനുഷ്യമായ ബുദ്ധിപരമായ സമീപനങ്ങളോ ലൗകികമായ ആശയങ്ങളോ ഒന്നും പങ്കുവച്ചില്ല. പിന്നെന്താണ് പങ്കുവച്ചത്? യേശു മോശ മുഖാന്തരം അരുളി ചെയ്ത ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അടക്കം, ഉയർപ്പ് എന്നിവയെക്കുറിച്ച് തിരുവഴുത്തിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി. എന്ത് നല്ലൊരു സമീപനം! യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, അതാണ് വലിയൊരു കൃപയുടെ അടയാളം എന്ന് പറയും. കൃപയ്ക്കുള്ളിൽ ലൗകികമായ, താത്വികമായ, ബൗദ്ധികമായ, മാനുഷികമായ പരിഗണനയേക്കാൾ അപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ കൃപയുടെ അതിമഹത്തായ പ്രവൃത്തി. അത് മൊത്തം കർത്താവ് ചെയ്തു തീർന്നതാണ്. അതാണ് കാൽവറിയിൽ കേട്ട വിളംബരം, എല്ലാം നിവൃത്തിയായി. അവിടെ കൃപ സകലവും ഉൾക്കൊള്ളുന്നു. ഈ ചിന്തകൾ നമുക്ക് വീണ്ടും പഠിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്ത ഇങ്ങനെ അവസാനിപ്പിക്കാം. ദ ട്രയംഫ് അറ്റ് ദ ക്രോസ്. അതാണ് സകലവും നിവൃത്തിയായി എന്നുള്ള യേശു കർത്താവിന്റെ ക്രൂശിലെ വിജയാഘോഷം. കൃപയുടെ ഒരു വലിയ വിളംബരമാണ് നാം ഇപ്പോൾ കേട്ടത്. ട്രാജഡി വേഴ്സസ് ട്രയംഫ് എന്ന് പറഞ്ഞാൽ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇനി ഒന്നും അവശേഷിക്കാതെ വണ്ണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട പ്രായശ്ചിത്തം മുഴുവൻ ക്രിസ്തു ചെയ്തു കഴിഞ്ഞു. ഇതാണ് കൃപ നൽകുന്ന ആശ്വാസം. കൃപ മനുഷ്യവർഗത്തോട് വിളംബരം ചെയ്ത വിജയത്തിന്റെ ആർപ്പുവിളി. പിതാവ് പുത്രന് ചെയ്യുവാൻ നൽകിയ എല്ലാ പ്രവൃത്തി യേശു നന്നായി ചെയ്ത് തീർത്തു. എന്തുകൊണ്ട് ഇത് കൃപയുടെ അത്യന്തികമായി ഒരു പ്രഖ്യാപനമായി മാറി? പ്രിയരെ, ഇത് നിങ്ങളുടെ ജീവനെയും മരണത്തെയും നിത്യമായി ബാധിക്കുന്ന പ്രവൃത്തിയായി. എന്താണ് നിവൃത്തിയായത്? പ്രായശ്ചിത്തത്തിന്റെ പ്രവൃത്തി ക്രൂശിലൂടെ നിവൃത്തിയായി. കഷ്ടതകൾ പൂർണ്ണമായും തീർന്നു. വെളിപ്പാടുകൾ പൂർത്തീകരിക്കപ്പെട്ടു. നേടലുകൾ യാഥാർത്ഥ്യമായി. പിതാവിന്റെ ഹിതം സമ്പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു. സാത്താൻ പരാജയപ്പെട്ടു. വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടു. ടെറ്റലെസ്റ്റായി എന്നുള്ള ഈ ഗ്രീക്ക് പദം ഒരു പെർഫെക്റ്റ് ടെൻസ് ആണ്. പൂർത്തിയാക്കപ്പെട്ട അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന ഒരു സമ്പൂർണ്ണ കാലം. പ്രവൃത്തി തികച്ചു. അതിന്റെ സാധ്യത ഇപ്പോഴും തുടരുന്നു. അതിപ്പോഴും പ്രായോഗിക പാതയിലാണ്. മനുഷ്യൻ കടം മുഴുവൻ കൊടുത്തു വീട്ടുമ്പോൾ കടം നൽകിയവൻ പറയുന്ന വാക്ക് പെയ്ഡ് ഇൻ ഫുൾ, മുഴുവൻ കൊടുത്തു തീർത്തു. ടെറ്റലിസ്റ്റായി വീണ്ടെടുപ്പിന്റെ ഇമ്പനാദം, ദൈവിക നീതിയുടെ നിറവേറൽ, സാത്താന്യ ശക്തിയുടെ മേൽ ക്രൂശിന്റെ വിജയപ്രഖ്യാപനം, സകലവും നിവൃത്തിയായി.